നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹ് ദജ്ജാൽ. സഹാബികൾ ചിലർ മസീഹ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ, അവൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫിത്നയുണ്ട്, അങ്ങനെ ഫിത്നയുണ്ടാകും. ഹദീസിൽ കാണാം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം മനുഷ്യർക്ക് വരാനിരിക്കുന്ന ഏറ്റവും കടുത്ത ഫിത്നയാണ് മസീഹ് ദജ്ജാൽ. ഇവൻ വന്ന് അത്ഭുത പ്രവർത്തികൾ ചെയ്യും. അങ്ങനെ ഹദീസുകളിൽ കാണാം, സ്ത്രീകളെ ചിലപ്പോൾ വീട്ടുടമസ്ഥന്മാർക്ക് തൂണുകളിൽ കെട്ടിയിടേണ്ടി വരും ഇവരടുത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി. അത്ര വലിയ ഫിത്നയാണത്. അതിനെക്കുറിച്ച് സഹാബികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞു, മസീഹ് ദജ്ജാലിനേക്കാൾ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ പേടിക്കുന്നത് ഞാൻ എന്താണെന്ന് പറഞ്ഞു തരട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർകുൽ ഖഫി, ഗോപ്യമായ വളരെ സൂക്ഷ്മമായ ശിർക്കാൻ. അൻ യഖൂമ അർറജുലു യുസല്ലി ഫയുസയ്യിനു സ്വലാതഹു ലിമാ യറാ മിൻ നദറി അർറജുൽ. നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ നിൽക്കും, പക്ഷെ ഒരാൾ വന്നു കയറിയാൽ അവൻ കാണുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ അവൻ നിസ്കാരം ഭംഗി കൂട്ടും. ആലോചിച്ചു നോക്കൂ മനുഷ്യരുടെ അവസ്ഥ എത്ര പ്രയാസകരമാണ്. നിങ്ങൾക്ക് റിയാഇൻ്റെ പ്രയാസം. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് മസ്ജിദിൽ ഏതെങ്കിലും ഒരാൾ കയറി വരും. അയാൾ ആരാണെന്ന് പോലും ചിലപ്പോൾ നിനക്കറിയാം. നിസ്കാരത്തിലാണ് ഒരുത്തി കയറി വന്നെന്ന് മാത്രമേ അറിയുള്ളൂ. അവൻ ആരാ അറിയോ? ഇല്ല. അവൻ ആരാണെന്ന് നിനക്കറിയില്ല. നിന്റെ നിസ്കാരം കഴിയുന്നത് വരെ ആ മനുഷ്യൻ അവിടെ തന്നെ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. എന്നാലും മനസ്സിൽ ശൈത്താൻ ചിലപ്പോൾ കൊണ്ടുവന്നിടും, നിസ്കാരമൊക്കെ ഒന്ന് ഭംഗി കൂട്ടി ഒരാൾ കയറി വന്നിട്ടുണ്ട്, അയാൾ ആരാണെന്ന് പോലും നിനക്കറിയില്ല. എന്ത് ഫായിദയാണ് ഈ പറഞ്ഞ അമൽ കൊണ്ടുള്ളത്? അതുകൊണ്ട് റിയാ നശിപ്പിക്കാനുള്ള വടികളിലൊന്ന് റിയാ കൊണ്ടുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കലാണ്. ഒരു ഉപകാരവും ഇല്ല ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ന കാര്യം ആലോചിക്കുക. അതാണ് റിയാ ഇല്ലാതെയാക്കാനുള്ള വടികളിൽ ഒന്ന്. അതുപോലെ തന്നെ മറ്റൊരു വഴി, അള്ളാഹു നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ട് എന്ന കാര്യം ചിന്തിക്കലാണ്. വേറെയും വടികളുണ്ട്.